ഇന്നത്തെ കുക്കിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് കോൺടെസ്റ്റ് നമ്പർ 34 ഹർഷ ഫിനാൻ 7th സ്റ്റാൻഡേർഡ് MIC സ്കൂൾ അത്താണിക്കൽ മലപ്പുറം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മൈ നെയിം ഈസ് ഹർഷ ഫിനാൻ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ലഡു ആണ്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നൊരു ഡിഷാണിത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. വെരി സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ളത് 1 കപ്പ് ബിസ്ക്കറ്റാണ്, ടൈഗർ ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ ആവശ്യത്തിന് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ആദ്യമായിട്ട് നമുക്ക് ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ബിസ്ക്കറ്റ് ഇതാ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ബൗൾ എടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ നമ്മുടെ കൊക്കോ പൗഡർ മുഴുവനായിട്ട് ആഡ് ചെയ്യാം. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം. നമ്മൾ കുറച്ച് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ മിക്സ് ആക്കാം. നമുക്ക് ബാക്കിയുള്ള കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ഒഴിക്കാം. നമുക്കത് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യാം. സിമ്പിളായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. നമ്മളിത് കൈ കൊണ്ട് കുഴച്ചിട്ട് ഒരു ബോളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോളുകളാക്കിയെടുക്കാം. നമ്മളെല്ലതും ഇവിടെ ചെറിയ ചെറിയ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാനിത് ബോൾസ് ആക്കിയപ്പോൾ ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്തിരുന്നു. നമുക്കിനി നെക്സ്റ്റ് പ്രിപ്പറേഷനിലേക്ക് പോകാം. നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കൊക്കെ വെച്ചിട്ടൊന്ന് മുക്കിയെടുക്കാം. നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ടിട്ട് ഇതിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലതും ഒന്ന് ചെയ്യാം. നമ്മളെല്ലതും ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ഇത് എല്ലാവരും ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോ. അപ്പോൾ ഷെയറും ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ താങ്ക് യു.